ഓണം ബമ്പർ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്ന ഒരു വിഷയമുണ്ട്. സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് CITUവിന്റെ നേതൃത്വത്തിലുള്ള കുറെ യൂണിയനുകൾ ചേർന്നിട്ടുള്ള ഒരു സമിതിയുണ്ട്. ലോട്ടറി സംരക്ഷിക്കാൻ എന്നാണ് അവർ പറയുന്നത്. ലോട്ടറി സംരക്ഷകരെന്ന് പറയുന്ന ഇവർ എല്ലാവരും തന്നെ വലിയ ഏജന്റന്മാരാണ്. നേതാക്കന്മാർ എന്നതോടൊപ്പം തന്നെ ബോർഡിലെ മെമ്പർമാർ, ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരാണ് എന്ന് കൂടി അവർ വലിയ ഏജന്റന്മാരുമാണ് ഒരേ സമയം തന്നെ. അപ്പോൾ ഇവർ എല്ലാവരും തന്നെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ ഒന്നിച്ച് വാങ്ങിക്കൂട്ടിയിരുന്നു. തൊഴിലാളികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ടിക്കറ്റുകൾ വിൽപ്പനയില്ലാതെ വന്നു. ടിക്കറ്റുകൾ ഈ വലിയ മുതലാളിമാരുടെ കയ്യിൽ, ഏജന്റന്മാരുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവർക്ക് ടിക്കറ്റുകൾ വിറ്റ് തീർക്കാൻ ഒരു അവസരം വേണം. നമുക്കറിയാം, സർക്കാർ 21-ാം തീയതി ഞായറാഴ്ച ഏകദേശം 11 മണിയോടുകൂടി അടിച്ച 75 ലക്ഷം ബമ്പർ ടിക്കറ്റുകളും വിറ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞതാണ്. ലോട്ടറി ഓഫീസുകളിൽ നിന്ന് വിറ്റ് തീർന്നു പോയ ടിക്കറ്റുകൾക്ക് വേണ്ടി ടിക്കറ്റുകൾ വിറ്റ് തീർന്നതിന് ശേഷം എന്തിനു വേണ്ടി ഈ നറുക്കെടുപ്പ് മാറ്റിവെച്ചു? ആ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഈ ഒരു നടപടി ഇവിടുത്തെ തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിച്ചു, അവരുടെ ജീവിതത്തെ ബാധിച്ചു. എന്ത് മഴ, എവിടെയാണ് മഴ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെയിൽ കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ.